ലുക്ക് ഓഫ് ആയിരുന്നു. വളരെ നേരത്തെ എണീറ്റ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബൈക്കും കൊണ്ട് ഇറങ്ങി. ഈ വരുന്ന 500 രൂപ കൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്, അതാണ് ഞങ്ങളുടെ പ്ലാൻ. ബസ് സ്റ്റാൻഡിലെത്തി. പൊന്മുടിയാണ് ലൊക്കേഷൻ. അങ്ങനെ 11:30 ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റാൻഡിലെത്തിയപ്പോൾ ആ ബസ് 11:10 പോയെന്ന് പറഞ്ഞു. അടുത്ത ബസ് 12:50 ഉള്ളൂ. കട്ട പോസ്റ്റ്. 500 രൂപ മാറി ഞങ്ങൾ കുറച്ച് നാരങ്ങ മിഠായി, കപ്പലണ്ടി മിഠായി ഒക്കെ വാങ്ങി. 158 രൂപയാണ് 2 പേർ കൂടെ ഒരു സൈഡിലേക്കായത്. ഒരാൾ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ടോ? വേറൊന്നുമല്ല, നമ്മുടെ ബസ്സിൽ ഒരു ബൈക്കുകാരൻ വന്ന് കൊണ്ട് കയറ്റി 1 മണിക്കൂർ അവിടെ പോസ്റ്റായി. അങ്ങനെ പോസ്റ്റിനൊടുവിൽ ഞങ്ങളിത് പൊന്മുടി എത്തി. ബസ്സിൽ പൊന്മുടിക്ക് അടുത്തെത്താറായപ്പോഴത്തേനും തിരക്കൊക്കെ കുറഞ്ഞു തുടങ്ങി. മല കയറാൻ തുടങ്ങി എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ പൊട്ടിച്ച് കുറച്ച് യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങളിത് പൊന്മുടിക്കുന്ന് ഓരോ ഹെയർ പിന്നായിട്ട് കയറി തുടങ്ങി. പൊന്മുടിയിലെത്താൻ വേണ്ടിയിട്ട് 22 ഹെയർ പിന്നാണ് ഉള്ളത്. ചെറിയ മഴയും കോടയും ഒക്കെ ആയിട്ടൊരു യാത്രയായിരുന്നു. ബസ്സിൽ ഇരുന്നിരുന്ന് മുഷിഞ്ഞൊരു പരവുമായി. മുഷിഞ്ഞ് പോകാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനും താല്പര്യമുള്ളവർ മാത്രം ബസ് യാത്ര തിരഞ്ഞെടുത്താൽ മതി. കാരണം ഓർഡിനറിയും കൂടി ആയതുകൊണ്ട് വളരെ നേരം ഇരുന്നിരുന്നിരുന്ന് ബോറടിക്കും. നമ്മൾ പൊന്മുടി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 3:45 ആയതുകൊണ്ട് തന്നെ ഇന്ന് പൊന്മുടിയുടെ ഹിൽ ടോപ്പ് വരെ നമുക്ക് കയറാൻ പറ്റൂല എന്ന് അവിടെ വെച്ച് അറിഞ്ഞു. അപ്പോഴേ പകുതി സെറ്റായി. പക്ഷേ കോടയും മഞ്ഞും തണുപ്പും എല്ലാം കൂടെ അടിച്ചു തുടങ്ങിയപ്പോൾ ചെറിയ ഉന്മേഷമൊക്കെ കിട്ടി തുടങ്ങി. നല്ല തേയിലക്കാടും നല്ല മഴയും കാറ്റും. കുറച്ചുകൂടെ ചെന്നപ്പോൾ മഴ കനത്തു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷട്ടർ ഇട്ടു. പക്ഷെ ഞാനിടാൻ കൂട്ടാക്കിയില്ല. കാരണം ഇവിടം വരെ വന്നിട്ട് പൊന്മുടിയോ കാണാൻ പറ്റൂല. മഴയും മഞ്ഞും എങ്കിലും ആസ്വദിക്കാതിരുന്നാൽ എങ്ങനെയാണ്? അതുകൊണ്ട് മഴയും സഹിച്ച് ഞാൻ ഷട്ടറും ഇട്ടാതെ പുറത്തെ കാഴ്ചകൾ ഓരോന്നും ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. തിരിച്ചു പോകുന്നു. സമയമില്ല. ഈ ബസ് 4:15 ഇവിടെ എടുക്കുന്നല്ലേ പറഞ്ഞു. ഇവിടുന്ന് 4:15 വന്നപ്പോൾ 4:15 തിരിച്ച് 4:15. പൊന്മുടി എന്നുള്ള ലാസ്റ്റ് ബസ് 4:15 ഞങ്ങൾ എത്തിയപ്പോൾ 4:15. ഈ സെയിം ബസ്സിൽ തന്നെ തിരിച്ചു പോകുന്നില്ലെങ്കിൽ ഇന്ന് പൊന്മുടി തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ പൊന്മുടി ട്രിപ്പ് അവിടെ ഞങ്ങൾ അവസാനിപ്പിച്ചു. കാല് പോലും പൊന്മുടിയിൽ കുത്താൻ പറ്റാതെ ഞങ്ങളത് ആ ബസ്സിൽ തന്നെ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. എന്തായാലും മനസ്സൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞും തണുപ്പും മഴയൊക്കെ കാണാൻ പറ്റി. പ്രകൃതിയുടെ സൗണ്ടും കുളിരും ഒക്കെ ആസ്വദിക്കാൻ പറ്റി കുറച്ച് നേരമെങ്കിലും. അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ വലിയ സന്തോഷങ്ങളോ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. തിരിച്ചുള്ള യാത്രയിൽ നമുക്ക് തമ്പാനൂർ വരെ 2 പേർ കൂടി 152 രൂപയാണ് ആയത്. കാരണം നമുക്ക് പൊന്മുടിയുടെ ഹിൽ ടോപ്പ് വരെ ചെല്ലാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അത്ര രൂപ ആയുള്ളൂ. ഈ യാത്രയുടെ ക്ഷീണവും ആഹാരം കഴിക്കാത്തതിൻ്റെ ക്ഷീണവും കൊണ്ട് ഞങ്ങളൊക്കെ കുഴഞ്ഞു പോയായിരുന്നു. എന്തായാലും ഇനി വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ്സിലിരുന്ന് തന്നെ ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബീഫും ചോറും കൂട്ടി ഞങ്ങൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു. കാരണം കറിയൊന്നും ഇല്ലെങ്കിലും വിശപ്പ് നല്ലതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം നല്ല ആസ്വദിച്ചാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ തമ്പാനൂരെത്തി. അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. വണ്ടിക്ക് പാർക്കിംഗ് ഫീ ആയിട്ടായത് 12 രൂപയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈസ്റ്റ് ഫോർട്ടിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഒരു വെജ് ബിരിയാണിയും കൂടെ വാങ്ങി. അതിന് 90 രൂപ. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നല്ലൊരു വ്യൂ കണ്ടു. അങ്ങനെ ഞങ്ങൾ 456 രൂപയ്ക്ക് പൊന്മുടി വരെ പോയി തിരിച്ച് വീട്ടിലെത്തി.